ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു പോസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. ചെറിയ കാളകളെ വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 3 കാളകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ, ചെറുത് മിനിയേച്ചർ കാളകളെ. അപ്പോൾ അതിലെ ഒന്നിൻ്റെ തലയാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാളകളെ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പറയുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല പ്രതികരണമാണ് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ആളുകൾ ചോദിച്ചു, തല മാത്രമായിട്ട് ഉണ്ടാക്കി തരുമോ, ഉടൽ മാത്രമായിട്ട് ഉണ്ടാക്കി തരുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എന്താണ് റേറ്റ്, അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിത് ഇത്രയ്ക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല. ഇതുവരെ കുറേ ആൾക്കാർ ചോദിച്ചൊന്നുമില്ല, കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായി. ഒരു 10-20 പേരൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം എന്നോട് വാട്സപ്പ് നമ്പറൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എൻക്വയറി വന്ന സ്ഥിതിക്ക് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു. ഞാൻ കാള ഉണ്ടാക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ കാള ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കാളകളല്ലായിരുന്നു തുടക്കത്തിൽ. ഞാൻ കാളേനെ ഉണ്ടാക്കിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വള്ളുവനാട്ടിലെ കാളവേലയുമായി ബന്ധപ്പെട്ട മെയിനായിട്ട് ആ ഒരു കണ്ടൻറ്റുള്ള യൂട്യൂബ് ചാനലാണല്ലോ നമ്മുടെ ഈ കുഞ്ഞൊരു യൂട്യൂബ് ചാനൽ. അപ്പോൾ കാളവേല എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സംഗതി ആയതുകൊണ്ട് ചെറുപ്പം മുതലേ ഈ വീട്ടിൽ നിന്നൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കാളകളെ കയറ്റുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട്, പൂക്കുട്ടികളിലേക്ക് കാളേനെ കയറ്റുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ട്, പിന്നെ എനിക്ക് കാളകളുടെ പിന്നാലെ നടക്കാനും കാളേനെ കൊണ്ടുവരാനും കൊണ്ടുകൊടുക്കാനും കാളവേല കാണാൻ പോകാനും കാളുടെ മുന്നിൽ നിന്നിട്ട് ചാടി കളിക്കാനൊക്കെ ചാടി കളിക്കാനൊക്കെ ഇത് നോക്കിക്കൊണ്ടിങ്ങനെ നിൽക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള താല്പര്യമുള്ളൊരു മനുഷ്യനാണ് ചെറുപ്പം മുതൽ തന്നെ. അപ്പം ഞാൻ കാളേനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ അച്ചിങ്ങ എന്ന് പറഞ്ഞു പറങ്കിയണ്ടിയൊക്കെ അല്ലേ, പറങ്കിയണ്ടി കൊണ്ട്, പറങ്ങി മാങ്ങ കൊണ്ട്, കടലാസ് കൊണ്ട്, പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ നമ്മൾ ചെറിയ പാളയും കൊണ്ടൊക്കെ, കാർഡ്ബോർഡ് കൊണ്ടൊക്കെ ചെറിയ കാളകളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് മൾട്ടിവുഡിൻ്റെ ഷീറ്റ് വാങ്ങിയിട്ട്, 8x4 ഷീറ്റ് വാങ്ങിയിട്ട്, അതേപോലെ ഫോം ഷീറ്റ് വാങ്ങിയിട്ട്, അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ട് ആദ്യം ഞാൻ തെർമോക്കോൾ കൊണ്ട് ഒരു കാളേനെ ഉണ്ടാക്കി നോക്കി. അത് കുറേ നമ്മൾ ചെറുപ്പത്തിലുണ്ടാക്കിയ ഒരു ടൈപ്പ് ആ ഒരു ഓർമ്മയാണുള്ളത്. അപ്പോൾ എനിക്ക് ഒരു താല്പര്യത്തിൻ്റെ പുറത്ത് ഞാനൊരു കാള ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ സംഭവം എന്നാൽ പിന്നെ ഒന്നുകൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ അത് മൊത്തത്തിലത് 3 എണ്ണമായി മാറി. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒരു കുഞ്ഞ് കാളയും ഉണ്ടാക്കിയിട്ട് മൊത്തത്തിൽ 4 കാളകളുണ്ടായിരുന്നു. 1 തെർമോക്കോളും ബാക്കിയെല്ലാം മൾട്ടിവുഡും ഫോം ഷീറ്റും കൊണ്ട് ഉണ്ടാക്കിയ സാധനം. മൾട്ടിവുഡ് കൊണ്ട് മാത്രമായിട്ടുള്ള കാളകളുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇത്. ഓക്കെ, ഇതിൻ്റെ വലുപ്പം നോക്കാം കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിൻ്റെ നീട്ടം. എവിടെ കാണണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന്. അപ്പോൾ ഇവിടുന്ന് എത്രയുണ്ട്, ഏകദേശം എത്ര പേരുണ്ടത്, 15 ഏകദേശം ഒരു 21-22 സെൻറ്റിമീറ്ററോളം നീട്ടമുള്ള വലുപ്പമുള്ളൊരു കാളത്തലയാണ് ഇത്. അപ്പോൾ ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടിവുഡ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ അല്ലെങ്കിൽ ലൈവൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കാളവേലയുമായി ബന്ധപ്പെട്ട സാധനമാണല്ലോ ഇത്, നമ്മുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞു. അപ്പോൾ ബാക്കിൽ നമ്മൾ സാധനം വെക്കാമെന്നൊക്കെ വെച്ച്, പിന്നെ വീട്ടിൽ നമ്മുടെ റൂമിൽ വെക്കാമെന്നൊക്കെ വിചാരിച്ചാൽ ഞാൻ ഉണ്ടാക്കിയ സാധനം. ഇതുണ്ടാക്കിയ സമയത്ത് എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള പിള്ളേരൊക്കെ എന്നാൽ ഒരു കാള ഉണ്ടാക്കി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെറിയ രീതിയിലുള്ള കാളകൾ, അധികം സമയമൊന്നും എടുക്കാത്ത രീതിയിൽ ചെറിയ കാളകളൊക്കെ നമ്മൾ ഉണ്ടാക്കുകയും പിള്ളേർക്ക് കൊടുക്കുകയും അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മൾട്ടിവുഡ് കൊണ്ട് വാങ്ങിയപ്പോൾ കുറച്ചുകൂടി ഇപ്പം എന്താ പറയുക, ബലം കിട്ടുമല്ലോ എന്നുള്ളൊരു സാധനമായിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ബാക്കിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സാധനങ്ങളെ കാണുമ്പോൾ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവമായിരുന്നു. പിന്നെ ഇതിൽ വേറൊരു സാഹചര്യം എന്തായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, കാളേനെ ഞാൻ നിങ്ങളെ വല്ലാണ്ട് ബോറടിപ്പിക്കേണ്ടതില്ല, ഒരു പോയിൻ്റ് കൂടി പറയട്ടെ കേട്ടോ. എന്നോട് ഒരു ചെങ്ങായി ഒരു കാള ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതൊന്നുമില്ല. പക്ഷേ ചെങ്ങായിയുടെ ഒരു അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൂപ്പര് കാള തരാം എന്ന് പറഞ്ഞിട്ട്, ഞാൻ വെറുതെ ഇരിക്കണം മനുഷ്യനെ വിളിച്ചെണിപ്പിച്ച് ബിരിയാണി ഇല്ലയെന്ന് പറഞ്ഞ, ചോറില്ല എന്ന് പറഞ്ഞ പോലെ കടന്നുറങ്ങണം മനുഷ്യനെ വിളിച്ചെണിപ്പിച്ചിട്ട്. അപ്പോൾ മൂപ്പര് എന്നിട്ട് ആ സാധനം തരാമെന്ന് പറഞ്ഞിട്ട്, എനിക്കിപ്പോൾ ഒരാൾ ഒരു സംഗതി തന്നില്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കരുത്. അപ്പോൾ അതെനിക്ക് ഒരുപാട് വിഷമമുള്ളൊരു കാര്യമാണ്. അത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരാൾ ചെറുപ്പത്തിലായി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സംബന്ധിച്ചാൽ അന്ന് തന്നെ സ്വന്തമായിട്ടൊരു കാള ഉണ്ടാക്കണം, അങ്ങനെ ഒരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഏട്ടന്മാരാണ് നമുക്ക് ഓരോ സാധനമൊക്കെ ഉണ്ടായി തന്നത്. ഈ മുരിക്കുണ്ടല്ലോ, മുരിക്കൊണ്ട് തലയൊക്കെയുള്ള ഒരു കാളയൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ കുട്ടിക്കാലത്ത് ഇപ്പോൾ നമുക്കൊരു സാധനം തരാമെന്ന് ഒരാൾ പറഞ്ഞിട്ട് തരാണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് വേറൊരാൾക്ക് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമമാവും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, എനിക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് ഈ സാധനമൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത്, കൗതുകത്തിൻ്റെ പുറത്ത്, താല്പര്യത്തിൻ്റെ പുറത്ത് കാളേനെ ഉണ്ടാക്കി പഠിക്കാം എന്നൊക്കെ. ഞാനിപ്പോൾ പ്രൊഫഷണലൊന്നല്ല, അങ്ങനെ ഉണ്ടാക്കിയ കാളകളാണ് 4 എണ്ണം ഉണ്ടായിരുന്നത്. അതിൽ 1 തെർമോക്കോൾ കൊണ്ടും അത് കുറച്ച് വലുതായിരുന്നു. വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എൻ്റെ കാലിൻ്റെ തൊട വരെ വലിപ്പമുണ്ട്. നമ്മുടെ ഏകദേശം ഇടുപ്പ് വരെ, കാലിൻ്റെ അവിടെ നിന്ന് ഇടുപ്പ് വരെയുള്ള ഒരു 3 അടി
അത്രയ്ക്ക് വലിപ്പമുള്ള ഒരു കാളയായിരുന്നു അത് ആർച്ച് പൊക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിപ്പം എൻ്റെ ഇല്ല. അത് ഞാൻ കുറേ പൊടിയൊക്കെ പിടിച്ച് ഇവിടെ കിടക്കുന്ന സമയത്ത് ഞാനത് നശിപ്പിച്ച് കളഞ്ഞു. അത് വെറുതെ വെക്കാൻ അതിമാത്രമുള്ള സ്ഥലമൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. പിന്നെ പൊടിയായിട്ട് അങ്ങനെ കിടക്കുമ്പോഴേ ഇവിടെ കൊണ്ട് വെക്കും, അല്ലെങ്കിൽ പിന്നെ റൂം അടച്ചിട്ടൊക്കെ പോകണം. കാരണം എന്താ വെച്ചാൽ ആളുകൾ വരണവരൊക്കെ ഇത് അങ്ങോട്ട് നോക്കി അവിടെ പിടിച്ച് ചെവി പിടിച്ച് വലിച്ചിട്ടൊക്കെ സാധനം പൊട്ടും. അങ്ങനൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനൊരു സംഗതിയൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ മൾട്ടിവുഡ് കൊണ്ട് ഫോം ഷീറ്റ് ഉണ്ടാക്കിയ കാളകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്താ വെച്ചാൽ ആളുകൾ എനിക്ക് കാളുണ്ടാക്കി തരുമെന്ന് ഓരോ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നെ വിൽക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയ കാളയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഉള്ള കാളകളെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ വേറെ കാളയെ ഉണ്ടാക്കാമെന്നും, അതേപോലെ തന്നെ നമുക്ക് ഈ കാളകളെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കാളകളല്ല നമ്മൾ പറഞ്ഞു. എന്നാലും ഈ ഒരു സാധനം കുറേ ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റണ പോലെ ഉണ്ടാക്കാമെന്നും, അപ്പോൾ ഇതുകൊണ്ട് എന്താ പറയുക, നമ്മളിത് ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യലായി റിട്ടേൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനും നല്ല രീതിയിൽ ഉപകരിക്കുമല്ലോ. കുറച്ച് ബിരിയാണി വാങ്ങി കഴിക്കാനോ, അല്ലെങ്കിൽ നമ്മുടേതായ എങ്ങനെയെങ്കിലും സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വണ്ടിയിൽ എണ്ണ അടിക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ അത്യാവശ്യം വരുമ്പോൾ പച്ചക്കറി വാങ്ങാനോ ഒക്കെ ഇത് ചെയ്യാം. അപ്പോൾ ഇതൊരു പാഷൻ എന്ന രീതിക്ക് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ, നമുക്ക് ടൈമൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, എന്തായാലും യൂട്യൂബ് ചാനലുണ്ട് കാളവേലയുമായി ബന്ധപ്പെട്ട് മെയിൻ കണ്ടൻറ് ഉള്ളത്. അപ്പം അതും ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടേതായ ചിലവുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ്, കാളത്തലകൾ ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട് കുറച്ച് ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കുട്ടിക്കാളകൾ ഉണ്ടാക്കി തരുമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കാം. നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് എനിക്ക് പറ്റുന്ന പോലെ, അതാണ് എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഉണ്ടാക്കി തരാം. അതിപ്പോൾ നിങ്ങൾ വിചാരിക്കണ മാതിരി അടിപൊളി വമ്പ കാളകളാവണം അങ്ങനെയൊന്നുമില്ല. ഞാൻ എനിക്ക് പറ്റുന്ന പോലെ കാളകളെ ഉണ്ടാക്കി തരാം. അത് എന്താ പറയുക, നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ അവസ്ഥ വെച്ചാൽ വാങ്ങുന്നവർക്കൊരു വില ഉണ്ടാവില്ല. മാത്രമല്ല നമ്മൾ എത്രയും സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമുള്ളൂ. അപ്പോൾ നമുക്കൊരു മാന്യമായ രീതിയിൽ നമുക്കിത് ചെയ്യാം, ഉണ്ടാക്കാം എന്ന് വിചാരിക്കണം. അപ്പോൾ ആർക്കിന് കാളത്തലകളൊക്കെ വേണമെങ്കിൽ പറയുക. ഇത് ഞാൻ ആദ്യം ഉണ്ടാക്കിയൊരു കാളത്തലയാണ്. ഇതിൽ കുറേ കുറവുകൾ പോരായ്മകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കുറേ മാറ്റങ്ങൾ വരുത്തേണ്ട, അവിടെ ഇവിടെ ചില സാധനങ്ങൾ ആഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യും അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞായിരുന്നു. അങ്ങനെ ഇത് ഞാൻ മൾട്ടിവുഡിൻ്റെ പീസുകൾ ഒട്ടിച്ചുണ്ടാക്കിയൊരു സാധനമാണത്. മൾട്ടിവുഡിൻ്റെ ഇത് ഫുള്ള് മൾട്ടിവുഡ് കേട്ടോ, കംപ്ലീറ്റ് മൾട്ടിവുഡാണ് ഈ സാധനം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു സാധനമാണത്. അപ്പോൾ ഇതിൽ ഷേപ്പൊക്കെ മാറ്റിയിട്ട് വേറെ രീതിയിലാക്കാം എന്നുള്ളൊരു സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പല കാളത്തലകളും എല്ലാ കാളത്തലകളും ഒരുപോലെയല്ല, അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ ഞരമ്പ് ഇതൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ ആർക്കെങ്കിലും കാളത്തലകളൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു 20-22 സെൻറ്റിമീറ്ററോളം വലിപ്പമുള്ള കാളത്തലയാണ്. ഇതൊന്നുകൂടി ഉണ്ട് കേട്ടോ, ഇരട്ടക്കാളയാണ് സാധനം. അതുപോലെ തന്നെ ചെറുത്, ഏറ്റവും ചെറിയ കാള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-10 സെൻറ്റിമീറ്റർ നീട്ടമുള്ള കാളത്തലകളും ഉണ്ട്. ഇനി വേറൊരു കാളേനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പറയുക, നമുക്ക് നോക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ വേറൊരു കാളയാണ്. ഈ കാള ഇതൊരു 10 സെൻറ്റിമീറ്റർ ഉണ്ടോ, 10 സെൻറ്റിമീറ്റർ തല വലിപ്പമുള്ള ഒരു കാളയാണ്. ഇതിൻ്റെ പെയിൻറ്റൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റും കേട്ടോ. നമ്മളതൊന്നും കാര്യമൊക്കെ ഉണ്ട്. അത് ഇടയ്ക്ക് ലൈറ്റൊക്കെ വിൽക്കാനുള്ള പ്ലാൻ അങ്ങനെയൊക്കെ ഉണ്ട്. കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. നമുക്ക് കിട്ടുന്ന സമയത്തിനനുസരിച്ചൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോ കാള ഉണ്ടാക്കുമ്പോൾ ഓരോ ശൈലിയിൽ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഒരേപോലുള്ള കുറേ എണ്ണം ഉണ്ടാക്കി തരുന്ന കാര്യമുള്ളത്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. മിസ്റ്റർ പോഡ്കാസ്റ്റർ എന്നാണ്, അല്ലെങ്കിൽ രമേഷ് CP എന്ന് അടിച്ചിട്ടുണ്ടെങ്കിൽ വരും ഇൻസ്റ്റാഗ്രാമിൽ. രമേഷ് CP പോഡ്കാസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ പേരാണ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ട്, മിസ്റ്റർ പോഡ്കാസ്റ്റർ അല്ലെങ്കിൽ രമേഷ് CP പോഡ്കാസ്റ്റ് എന്ന് കൊടുത്താൽ വരും. അപ്പോൾ അതിൽ മെസ്സേജ് അയക്കുക. അപ്പം ഞാൻ ഈ കളകൾ ഉണ്ടാക്കണ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിലൂടെ ആ കളകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ടൈപ്പ് ഒരു കാളേനെ വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ, എനിക്ക് പറ്റണതാണെങ്കിൽ, എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ, ഞാൻ പ്രൊഫഷണലല്ല, വീണ്ടും പറയണം, ഞാൻ ഈ സാധനം ഇങ്ങനെ പഠിച്ച് വരുന്നേ ഉള്ളൂ. അതൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ കാളകളെ ഉണ്ടാക്കി തരാം, കുട്ടിക്കാളകളെ. പിന്നെ കുട്ടിക്കാളകളുടെ റേറ്റൊക്കെ പലരും ചോദിച്ചു. ഞാനിപ്പോൾ ഈ കാളുടെ ഒരു കാര്യം പറഞ്ഞു കേട്ടോ. ഇതിപ്പോൾ എത്ര ആയിട്ടുണ്ടാവും പറയും. ഇതാണ് എൻ്റെ കയ്യിൻ്റെ ഇവിടുന്ന് ഇതുവരെ ഉണ്ടാവും. ഏകദേശം ഫുള്ളായിട്ട് ഇത്ര വരില്ല. ഇപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടാവും? ഒരു 17 സെൻറ്റിമീറ്ററോളം ഹൈറ്റ് ഉണ്ട് മൊത്തത്തിൽ ആർച്ച് ബുക്കിന്. അതിനുള്ളിൽ കൂടെയൊക്കെ വരും കേട്ടോ. ഒരു പണി കഴിഞ്ഞിട്ടുമില്ല. ഞാൻ ഈ കോലത്തിനാണ് സാധാരണ ഉണ്ടാക്കൽ. ഇത് നല്ല ബലമുണ്ട് കേട്ടോ, നല്ല ബലമുണ്ട് സാധനം, നല്ല ബലമുള്ള സാധനമാണ്. എവിടെയും ഒരു അനക്കവും സാധനങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഓരോ ഇതിലാണ്. ഇതിപ്പോൾ ആർച്ച് താഴ്ത്താവുന്ന രീതിയിലുള്ള സാധനം ആക്കിയിട്ടില്ല. മറ്റു കളയിൽ ആർച്ച് താഴ്ത്താം കേട്ടോ. മറ്റു വേറൊരു കാളുണ്ട്, അതിൽ ആർച്ച് താഴ്ത്താൻ പറ്റും. ഇത് ഇവിടെ നിന്ന് ഒരു സാധനം ഫിറ്റിട്ടുണ്ടെങ്കിൽ താഴ്ത്താനൊക്കെ പറ്റും. ലൈറ്റൊക്കെ ഇവിടെയൊക്കെ വെക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ കോലത്തിൽ ഉണ്ടാക്കിയ സാധനമുണ്ടല്ലോ, ഇത് നമ്മൾ ഇനി അപ്ഗ്രേഡ് ചെയ്തിട്ട് പല കോലത്തിൽ കൂടുതൽ അപ്ഗ്രേഡഡ് ആയിട്ടുള്ളൊരു വേർഷൻ ആക്കിയിട്ട് മാറ്റുകയും ചെയ്യും ടൈം കിട്ടുന്നതിനനുസരിച്ച്. ഇത്
വിൽക്കുകയാണെങ്കിൽ റേറ്റ് ചോദിച്ചിരുന്നു. ഇതിപ്പോൾ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പറഞ്ഞു കേട്ടോ, ഇതാണ് സാധനം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ആർച്ചിൻ്റെ ഇടയിൽ ഈ സാധനം വെച്ചിട്ടൊന്നുമില്ല, കുട വെക്കാണ്ട് ലൈറ്റ് വെക്കാണ്ട് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ആണെങ്കിൽ ഇതൊക്കെ പുട്ടിയിട്ട് ആക്കിയ സാധനമാണ്. ഇത് ഒന്നുകൂടി റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഉഷാറാക്കി അടിപൊളി സാധനമായിരിക്കും. അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ ഒരു 2500 3000 രൂപ ഏകദേശം ആ കോലത്തിൽ ആയിരിക്കും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാലാണ് എനിക്ക് മോദരാവുള്ളൂ. കാരണം ഇത് സാധനങ്ങൾ വാങ്ങാനും നമ്മൾ കുറച്ച് രാത്രികളൊക്കെ ഇരുന്ന് പണിയെടുത്തതൊക്കെയാണ്. ഇപ്പോൾ എത്ര ദിവസം പണിയെടുത്തു എന്നല്ല, പലരും ഇതൊരു പ്രോഡക്റ്റ് അല്ലേ എന്നുള്ള ലെവലിലാണ്, കരകൗശല വസ്തു അല്ലേ. അപ്പോൾ ഈ ആനകളൊക്കെ പലരും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിന് തന്നെ ചെറിയൊരു സാധനത്തിന് 900 രൂപ അങ്ങനെയൊക്കെ റേഞ്ചിലൊക്കെയാണ് പോകുന്നത്, ഏറ്റവും ചെറുതാന്ന് പറയുന്നത്. അപ്പോൾ ഈ വലുപ്പത്തിലൊരു ആനനെ വാങ്ങി കിട്ടണമെങ്കിൽ ഒരു 10,000 രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും ഏകദേശം. അപ്പോൾ നമുക്കൊരു 3000 അല്ലെങ്കിൽ ഒരു 2000 രൂപയെങ്കിലും കിട്ടിയാലാണ് എനിക്കിത് മുതലാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കണമെങ്കിൽ തന്നെ കുറച്ച് സമയം നമുക്ക് വേണമല്ലോ. അത് ഏറ്റവും സിമ്പിളായ രീതിയിലൊരു കാളേനെ ഉണ്ടാക്കിയിട്ട് പെയിൻറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു കുളത്തിലാക്കണമെങ്കിൽ തന്നെ കുറച്ച് സമയം എന്തായാലും പിടിക്കും കാര്യമായിട്ട്. അപ്പോൾ നമുക്ക് ഉള്ള സമയം കൊണ്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യണത്. അപ്പോൾ എനിക്ക് ഈ സാധനം ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് ഇതിൻ്റെ കൂടെ ഇങ്ങനെ കാളകൾ കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. കുട്ടിക്കാളകളെ ആർക്കെങ്കിലൊക്കെ ഒരുപാട് ഇഷ്ടമാണ്, നിങ്ങളുടെ കയ്യിൽ കാര്യമായി കാശില്ലെങ്കിലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വേറെ കുറേ പ്രശ്നങ്ങൾ പാരകൾ വരാൻ സാധ്യതയുണ്ട്. എന്നാലും പറയുക നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കളിക്കാൻ വേണ്ടി കാളുകളൊക്കെ വേണമെങ്കിൽ പറയുക. നമുക്ക് പറ്റണ പോലെ റേറ്റിലൊക്കെ അങ്ങോട്ട് മാറ്റമൊക്കെ വരുത്തിയിട്ട് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. ചില ആളുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വീട്ടിൽ ഷോക്കേസിൽ വെക്കാൻ ആ ഒരു ഭാഗത്തുള്ള കാളേനൊക്കെ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ആ രീതിയിലുള്ള കുഞ്ഞിക്കാളുകൾ ഉണ്ടാക്കി തരും. ഏത് മെറ്റീരിയലും വേണ്ടിക്ക് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് പറ്റണ പോലെയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് നമ്മളൊരു തുടക്കമാണ്. ഞാൻ അതുവരെ ഉണ്ടാക്കിയൊരു കാളേനെ ഞാൻ വിറ്റിട്ടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ദയവ് ഇത് കാളേനെ വാങ്ങിയിട്ട് അത് മോശമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത്. നമ്മൾ വന്ന സാധനം തരുന്ന സാധനം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി. ഓക്കെ, പിന്നീട് അത് ശരിയില്ല മറ്റേ ശരിയില്ല അത് ശരിയാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ആരെയാക്കരുത്. അപ്പം അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവരുത് വിചാരിച്ചത്. ഞങ്ങളെ പറ്റിച്ചു തോന്നരുത്, ഞങ്ങളെ പറ്റിച്ചു തോന്നരുത്, നിങ്ങൾ പറ്റിച്ചു എന്ന് എനിക്കും തോന്നരുത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു സൗഹൃദം എന്ന് പറയുന്ന ഒരു എലമെൻറ്റും കൂടി ഉണ്ട്. നാളെ നമ്മൾ കാണേണ്ടവരാണ്. ആ ചെങ്ങ ഇത് അങ്ങനെ ചെയ്തു, എന്തോ ലക്കലവ് കളയണത് വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിയാൽ മതിയായിരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദയവ് അങ്ങനെ പറയത്. അത് നമുക്ക് രണ്ടുപേർക്കും വിഷമാവും. നമ്മൾ പിന്നീട് ഇനിയും കാണേണ്ടവരാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കാളത്തലകൾ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. പിന്നെന്താ, വീഡിയോ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ കുഞ്ഞിക്കാളുകളെ സമയം കിട്ടുന്നതിനനുസരിച്ച് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫോട്ടോസൊക്കെ കാളത്തലകൾ വേണമെങ്കിൽ കാളത്തലകൾ ഉണ്ടാക്കി തരാം. എനിക്ക് പറ്റുന്ന പോലെ അത്രയൊക്കെ പറയുള്ളൂ. തന്നെ വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ ഓക്കെ, ബായ്. വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും വണക്കം.